ഹലോ ഫ്രണ്ട്സ്, നമ്മൾ +1 ഫിസിക്സ് ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്യുകയാണ്. ഇത് ചാപ്റ്റർ 3 മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന അധ്യായത്തിൻ്റെ ആദ്യത്തെ റിവിഷൻ വീഡിയോ ആണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്: ഈക്വൽ വെക്റ്റേഴ്സ്, ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ്, സീറോ വെക്റ്റേഴ്സ്, യൂണിറ്റ് വെക്റ്റേഴ്സ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്റ്റർ ബൈ റിയൽ നമ്പർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, എങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഈ കാര്യങ്ങൾ ഒരിക്കൽ കൂടി റിവൈസ് ചെയ്യുകയാണ്. സമയം കളയേണ്ട, നമുക്ക് ടോപ്പിക്സിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് ഈക്വൽ വെക്റ്റേഴ്സ്. ഒരു പാർട്ട് എയിലോ പാർട്ട് ബിയിലോ ആണ് നമ്മളിങ്ങനൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ 1 മാർക്കിനോ പരമാവധി 2 മാർക്കിനോ വരെയൊക്കെയുള്ള ചോദ്യങ്ങളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഈക്വൽ വെക്റ്റേഴ്സിനൊരു കൃത്യമായ ഡെഫിനിഷനാണ്. അതിങ്ങനെ എഴുതാം: വെക്റ്റേഴ്സ് വിത്ത് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കോൾഡ് ഈക്വൽ വെക്റ്റേഴ്സ്. അതായത് സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും രണ്ടും ഒരുപോലെ. മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, അല്ലെങ്കിൽ ഡയറക്ഷൻ മാത്രം പോരാ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിട്ടുള്ള വെക്റ്ററുകളെയാണ് നമ്മൾ ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് വിളിക്കുക. ഒരു ഫിഗർ വരച്ചാൽ ഇതുപോലെ നമുക്ക് കാണിക്കാം. അത് വെരിഫൈ ചെയ്യണമെങ്കിൽ വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് രണ്ടും ഒരേ ലെങ്ത്തും ഒരേ ഡയറക്ഷനുമുള്ള ആരോ ഹെഡുകളാണ്. അതുകൊണ്ട് ഇത് രണ്ടും എയും ബിയും റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 ഈക്വൽ വെക്റ്ററുകളെയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ്. ഇവിടെ നമ്മളൊരു ഡെഫിനിഷനാണ് പഠിക്കേണ്ടത്. വെക്റ്റേഴ്സ് വിത്ത് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആർ കോൾഡ് ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ്. അപ്പോൾ ഓപ്പോസിറ്റ് വെക്റ്ററുകൾ എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് സെയിം മാഗ്നിറ്റ്യൂഡാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ആ ആരോ ഹെഡിൻ്റെ ലെങ്ത്ത് സെയിം ആയിരിക്കും, പക്ഷേ ആരോയുടെ ഹെഡ് മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത്. വെക്റ്റർ എയും വെക്റ്റർ ബിയും നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി വെക്റ്റർ എയും വെക്റ്റർ ബിയും ഒരേ ലെങ്ത് അഥവാ ഒരേ മാഗ്നിറ്റ്യൂഡും എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനും ഉള്ളതാണ്. അതുകൊണ്ട് എയും ബിയും ഓപ്പോസിറ്റ് വെക്റ്ററുകളാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക്, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് സീറോ വെക്റ്റർ. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്താണ് സീറോ വെക്റ്റർ? സീറോ വെക്റ്ററിൻ്റെ മറ്റൊരു പേര് കൂടെ പഠിക്കണം, ദാറ്റ് ഈസ് നൾ വെക്റ്റർ. അപ്പോൾ നമ്മൾ ആദ്യം സീറോ വെക്റ്ററിൻ്റെ ഒരു ഡെഫിനിഷൻ ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. വെക്റ്റേഴ്സ് വിത്ത് സീറോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആർബിട്രറി ഓർ റാൻഡം ഡയറക്ഷൻ ആർ കോൾഡ് സീറോ ഓർ നൾ വെക്റ്റേഴ്സ്. അതായത് സീറോ മാഗ്നിറ്റ്യൂഡും അഥവാ മാഗ്നിറ്റ്യൂഡ് ഇല്ല, സീറോ ആണ്, പക്ഷേ ആർബിട്രറി ഡയറക്ഷൻ. എന്താണ് ഈ ആർബിട്രറി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ? അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന റാൻഡം ഡയറക്ഷൻ. നമുക്ക് ഇന്ന ഡയറക്ഷൻ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. ഏതോ ഒരു ഡയറക്ഷൻ ഉണ്ട് എന്ന് മാത്രം അറിയാം, അത് ഏതാണെന്ന് നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 0 ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 0യും ഒരു റാൻഡം അല്ലെങ്കിൽ ആർബിട്രറി ഡയറക്ഷനുമുള്ള വെക്റ്ററുകളെ വിളിക്കുന്ന പേരാണ് സീറോ വെക്റ്ററുകൾ അല്ലെങ്കിൽ നൾ വെക്റ്ററുകൾ. പരീക്ഷയ്ക്ക് സീറോ വെക്റ്ററിന് ഒരു ഉദാഹരണം ഒരുപക്ഷെ ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: വെലോസിറ്റി വെക്റ്റർ ഓഫ് എ പ്രൊജക്ടൈൽ അറ്റ് ദി ഹയസ്റ്റ് പൊസിഷൻ. ഒരു പ്രൊജക്ടൈൽ അതിൻ്റെ മാക്സിമം ഹൈറ്റിലെത്തുമ്പോഴുള്ള വെലോസിറ്റിയെ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ വെലോസിറ്റി ഇൻ ദി വൈ ഡയറക്ഷൻ, ആ വെലോസിറ്റി വി വൈ എന്ന വെലോസിറ്റി വെക്റ്ററാണ് ശരിക്കും ഒരു നൾ വെക്റ്ററിന് ഉദാഹരണം. അപ്പോൾ നമ്മൾ നൾ വെക്റ്റർ എന്താണ് അല്ലെങ്കിൽ സീറോ വെക്റ്റർ എന്താണെന്ന് ഉദാഹരണവും റിവൈസ് ചെയ്യുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് എ യൂണിറ്റ് വെക്റ്റർ. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. യൂണിറ്റ് വെക്റ്റർ എന്താണെന്നുള്ളത് നമ്മൾ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരിക്കൽ കൂടെ വളരെ ബ്രീഫായിട്ട് ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് റിവൈസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് യൂണിറ്റ് വെക്റ്റർ എന്ന് ചോദിച്ചാൽ, വെക്റ്റേഴ്സ് വിത്ത് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ്, that means magnitude equal to 1 and a particular direction are called unit vector അല്ലെങ്കിൽ യൂണിറ്റ് വെക്റ്റേഴ്സ് are called unit vectors. അതായത് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡും എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ 1 ആയിട്ടുള്ളതും എന്നാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഉള്ളതുമായ, അപ്പോൾ സീറോ വെക്റ്ററുമായിട്ട് കമ്പയർ ചെയ്താലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. ഇവിടെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ യൂണിറ്റ് വെക്റ്ററിനുണ്ട്, എന്നാൽ സീറോ വെക്റ്ററിൻ്റെ കേസിൽ അതൊരു ആർബിട്രറി ഡയറക്ഷൻ ആയിരുന്നു. നമുക്ക് ഡയറക്ഷൻ ഉണ്ടെന്ന് മാത്രമേ അറിയൂ, ഇതെങ്ങോട്ടാണെന്നറിയില്ല.
എന്നാൽ യൂണിറ്റ് വെക്ടറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ദർ ഈസ് എ പർട്ടിക്കുലർ ഡയറക്ഷൻ, അതെങ്ങോട്ടാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അത്തരം വെക്ടറുകളെ പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടേഴ്സ്. യൂണിറ്റ് വെക്ടർ കണ്ടെത്താനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ എ ഈസ് ഗിവൺ ബൈ, എ എന്ന ഒരു വെക്ടർ ഉണ്ട് എന്നിരിക്കട്ടെ, ആ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഇക്വേഷൻ ഇതാണ്: എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. വെക്ടർ എയെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാഗ്നിറ്റ്യൂഡ് 1 ആയി പോവും, ശേഷിക്കുന്നത് ഡയറക്ഷൻ മാത്രമായിരിക്കും. അങ്ങനെയാണ് നമ്മളൊരു യൂണിറ്റ് വെക്ടറിനെ നിർമ്മിച്ചെടുക്കുന്നത്. ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൂടാതെ യൂണിറ്റ് വെക്ടേഴ്സ് എലോങ് എക്സ് ഡയറക്ഷൻ, നമുക്ക് 3 ഡയറക്ഷനുകളുണ്ട്, എക്സ് വൈ സെഡ്. ആ 3 ഡയറക്ഷനിലുമുള്ള യൂണിറ്റ് വെക്ടറുകളുടെ പേര് നമ്മൾ പഠിച്ചിരിക്കണം. എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഈസ് ഐ ക്യാപ്പ്, വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഈസ് ജെ ക്യാപ്പ്, സെഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് കെ ക്യാപ്പ്. മാത്രമല്ല ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഐ ജെ കെ എന്നീ യൂണിറ്റ് വെക്ടറുകൾക്ക് ചേർത്ത് മറ്റൊരു പേര് കൂടിയുണ്ട്. ആ പേരിനുള്ള കാരണവും ഇവിടെ എഴുതുന്നുണ്ട്. ദീസ് യൂണിറ്റ് വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ശരിയല്ലേ? എക്സും വൈയും സെഡും ആക്സിസുകൾ പരസ്പരം പെർപെൻഡിക്കുലറാണ്, അവർക്കിടയിലുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ് വൈ സെഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറുകൾക്കിടയിലും ആംഗിൾ അത്ര തന്നെ ആയിരിക്കും, 90 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം. ദീസ് യൂണിറ്റ് വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ഹെൻസ് ദേ ആർ കോൾഡ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. അപ്പോൾ അതുകൊണ്ട് എക്സ് വൈ സെഡ് ആക്സിസുകൾക്ക് കറസ്പോണ്ടിങ് ആയ യൂണിറ്റ് വെക്ടറുകളായതുകൊണ്ട് അവർക്കിടയിലും ആംഗിൾ 90 ആയതുകൊണ്ട് നമ്മൾ ഐ ജെ കെ എന്നീ അല്ലെങ്കിൽ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് എന്നീ 3 യൂണിറ്റ് വെക്ടറുകളും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. പരീക്ഷയ്ക്ക് വാട്ട് ആർ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ എഴുതാം. ഇതാരൊക്കെയാണ് ഐ ജെ കെ ആണ് എന്നുള്ള കാര്യം കൂടെ എഴുതാം. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് കൂടെ ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ് ഈസ് ടു സ്പെസിഫൈ ഡയറക്ഷൻ. യൂണിറ്റ് വെക്ടറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതിൻ്റെ യൂണിറ്റ് 1 ആണല്ലോ, മാഗ്നിറ്റ്യൂഡ് 1 ആണല്ലോ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് വലിയ പ്രയോജനമൊന്നും പറയാൻ പറ്റില്ല, മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ 1 ആണ്. പിന്നെ എന്താണ് നമുക്കൊരു പ്രധാന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡയറക്ഷൻ സ്പെസിഫിക് ആയിട്ട് പറയുവാൻ യൂണിറ്റ് വെക്ടറുകളെ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം, ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനാണ്, ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനെയാണ്, കെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ സെഡ് ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുകൂടെ മനസ്സിൽ വച്ചേക്കുക. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. ദ നെക്സ്റ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് വിത്ത് റിയൽ നമ്പേഴ്സ്. വെക്ടർ മൾട്ടിപ്ലിക്കേഷനാണ്. നമ്മൾ വെക്ടറുകളെ റിയൽ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഇക്വേഷൻ. ഇത് മനസ്സിലുണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഓർക്കാവുന്നതേ ഉള്ളൂ. ലാംഡ ഇൻറ്റു വെക്ടർ എ ഈക്വൽ ടു ലാംഡ വെക്ടർ എ. അവിടെ ലാംഡ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറാണ്. അതൊരു പോസിറ്റീവ് റിയൽ നമ്പറാണെന്ന് വിചാരിക്കുക. ലാംഡ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വെക്ടറിനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതും ഒരു വെക്ടർ തന്നെയാണ്, ലാംഡ എ, വെക്ടർ ലാംഡ എ. എന്നാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ലാംഡ ടൈംസ് കൂടിയിട്ടുണ്ടാവും, പക്ഷേ ഡയറക്ഷന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. സപ്പോസ് ലാംഡയുടെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 ഇൻറ്റു വെക്ടർ എ കൊടുത്തു കഴിഞ്ഞാൽ 2 വെക്ടർ എ എന്ന് പറയുന്നൊരു പുതിയ വെക്ടറാണ് നമുക്ക് കിട്ടുക. എന്നിട്ടും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടുകാർക്കൊരു ചിത്രം വരച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ശ്രദ്ധിച്ചോളുക. ഈ കാണുന്നതാണ് യഥാർത്ഥത്തിലുള്ള വെക്ടർ എ. നമ്മളതിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം 2 ടൈംസ് കൂടും. അതായത് 2 ഇൻറ്റു മൾട്ടിപ്ലൈ ആയിട്ട് അത് ഡബിളായി, 2 ആയതുകൊണ്ട് ഡബിളായി എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ എന്ത് മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ ആരോ ഹെഡിൻ്റെ ലെങ്ത്ത് ഡബിൾ ആകണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെട്ടല്ലോ, പക്ഷേ ഡയറക്ഷന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ആ വെക്ടറാണ് താഴെ കാണുന്നത്, വെക്ടർ 2a. അപ്പോൾ വെക്ടർ എയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക വെക്ടർ 2a ആണ്. വെക്ടർ 2aയുടെ പ്രത്യേകത വെക്ടർ എയുടെ അതേ ഡയറക്ഷൻ ആയിരിക്കും, എന്നാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം 2 ടൈംസ് കൂടി. 2 ടൈംസ് കൂടാൻ കാരണം ലാംഡ 2 ആയതുകൊണ്ടാണ്. ലാംഡ 5 ആയിരുന്നെങ്കിൽ ഇത് 5 ടൈംസ് കൂടിയേനെ, അത്രയേ ഉള്ളൂ.
അങ്ങനെയെങ്കിൽ റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ അത് ലാംഡ ലെസ് ദാൻ 0 എന്നൊരു പോസിബിലിറ്റി കൂടി ഉണ്ടല്ലോ. അതാണ് നമ്മൾ ഇവിടെ പരിഗണിക്കാൻ പോകുന്നത്. ഈഫ് ലാംഡ ഈസ് ലെസ് ദാൻ 0 അഥവാ നമ്മുടെ കയ്യിലുള്ള ആ റിയൽ നമ്പർ ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ, അപ്പോൾ -2 എന്ന് പരിഗണിക്കുക. ലാംഡ ഈസ് -2. അപ്പോൾ സംഭവിക്കുന്നത് -2 ഇൻറ്റു വെക്റ്റർ എ ഈക്വൽ ടു വെക്റ്റർ -2a. ഓക്കെ, -2 ഇൻറ്റു വെക്റ്റർ എ ഈക്വൽ ടു വെക്റ്റർ -2a. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വെക്റ്റർ എ ഇവിടെ ഉണ്ട്. നമ്മളതിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ആൾ ഇതല്ലേ, -2 കൊണ്ടല്ലേ. അതിൽ ഈ 2 കൊണ്ട് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ ഇത്രയുമാണെങ്കിൽ അതിൻ്റെ 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിൾ ആവും, ലെങ്ത്ത് ഡബിൾ ആവും. പക്ഷേ ഈ മൈനസ് കൊണ്ട് റിസൾട്ടൻ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഈ 2ൻ്റെ പാർട്ട് കൊണ്ട് മാഗ്നിറ്റ്യൂഡ് മാറുമ്പോൾ ഈ മൈനസിൻ്റെ പാർട്ട് കൊണ്ട് ഡയറക്ഷൻ മാറും. അതാണ് നമ്മുടെ ചിത്രത്തിൽ കാണുന്നത്. ഇതാണ് വെക്റ്റർ എ. അതിനെ നമ്മൾ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസ് ലെങ്ത്ത് കൂടി, പക്ഷേ മൈനസ് ഉള്ളതുകൊണ്ട് ഡയറക്ഷൻ തിരിഞ്ഞു. അപ്പോൾ റിസൾട്ടൻ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന വെക്റ്റർ -2a പ്രത്യേകത അതിൻ്റെ ലെങ്ത്ത് ലാംഡ ടൈംസ് 2 ആണെങ്കിൽ 2 ടൈംസ് കൂടിയിട്ടുണ്ടാവും, പക്ഷേ മൈനസ് ഉള്ളതുകൊണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെക്റ്ററുകളെ റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സ്കെയിലാർ എന്ന് ഉദ്ദേശിച്ചത് തന്നെയാണ്. സ്കെയിലാർ നമ്പർ അല്ലെങ്കിൽ റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന റിസൾട്ട് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്ത് ഉറപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മോഷൻ ഇൻ എ പ്ലെയിനിൻ്റെ റിവിഷൻ്റെ തുടക്കമാണ്. ഇത് കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് പോവുകയാണ്. പരീക്ഷാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യൂ. ശേഷിക്കുന്ന ടോപ്പിക്സിൻ്റെ റിവിഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്നായി പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക്